ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രൊസ്കയിലേക്ക് സ്വാഗതം. ഞാൻ റിനോയ് CK. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC എക്സാം എഴുതുന്ന, അതായത് ഏത് എക്സാം എഴുതുന്നതാണെങ്കിലും എസ്പെഷ്യലി LPSI UPSI ഇനി വരാൻ പോകുന്ന 2026 നോട്ടിഫിക്കേഷൻ വന്ന് 2027 എക്സാം എഴുതാൻ പോകുന്ന LPSI UPSI കാർക്കും അതേപോലെ തന്നെ മറ്റ് കാറ്റഗറിയുള്ള മറ്റേതൊരു എക്സാമിനാണെങ്കിലും ശരി, കേരള PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ചില ബയോളജിക്കൽ ഭാഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു പോകാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പാർട്ട് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം അത് നാഡീവ്യവസ്ഥയാണ്. ഒരു പട്ടി നമ്മുടെ പിന്നാലെ ഓടി വരുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? നമുക്ക് ഉണ്ടാവുന്ന ഒന്നാമത്തെ മാറ്റം, നമ്മുടെ പ്യൂപ്പിൾ വികസിക്കുന്നു അല്ലെ, ശ്വാസോച്ഛ്വാസം കൂടുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു, അതോടൊപ്പം തന്നെ ഉമിനീരിന്റെ കൂടില്ല, കുറയുന്നു അല്ലേ? എടാ, ഒരു പട്ടി നമ്മുടെ പിന്നാലെ ഓടി വരുമ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. എന്നാൽ ആ നാഡീവ്യവസ്ഥയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്, നാഡീവ്യവസ്ഥയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ മറ്റൊരു സിസ്റ്റമാണ് ഇത് അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വിളിക്കും അല്ലെ? അത്തരത്തിൽ അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്തസ്രാവി വ്യവസ്ഥയുടെ വളരെ കുറച്ച് ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ. ഓക്കെ, പെട്ടെന്ന് അങ്ങ് പഠിച്ചു പോണേ. ഓർത്ത് വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. നമ്മുടെ ബോഡിക്കകത്ത്, അതായത് നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് എല്ലാ ശാരീരിക മാറ്റങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം അത് നാഡീ വ്യവസ്ഥയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ എല്ലാ ശാരീരിക മാറ്റങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ആ രാസവസ്തുക്കളാണ് ആര്? ഹോർമോണുകൾ. കേട്ടോളെ, നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ എല്ലാ മാറ്റങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കൾ ഹോർമോണുകളാണ്. ആ ഹോർമോണുകൾ എന്താണ് ചെയ്യുന്നത്? മനസ്സിലാക്കി വെച്ചോ. എന്റെ പിന്നാലെ ഒരു പട്ടി ഓടി വരുന്നു. പട്ടി ഓടി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഓടണ്ടേ? ഓടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റങ്ങളെ കുറിച്ച് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറയാം. അതായത് പ്യൂപ്പിൾ വികസിക്കുന്നു, ശ്വാസോച്ഛ്വാസം കൂടുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു അല്ലേ? അതോടൊപ്പം തന്നെ പെരിസ്റ്റാൾസിസ്, അതായത് അന്നനാളത്തിലൂടെയുള്ള ഭക്ഷണത്തിന്റെ തരംഗ രൂപത്തിലുള്ള സഞ്ചാരത്തെ അല്ലെ, തരംഗ രൂപത്തിലാണ് കടന്നു പോവുക. ആ തരംഗ രൂപത്തിലുള്ള സഞ്ചാരത്തെ വിളിച്ചവരാണ് പെരിസ്റ്റാൾസിസ് കുറയുന്നു. മാത്രമല്ല ആമാശയത്തിലെ ദഹന പ്രവർത്തനം മന്ദഗതിയിലാവുന്നു. അതോടൊപ്പം തന്നെ കരളിൽ എന്തായി മാറുന്നു? ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. എടാ, നമുക്ക് ഓടണ്ടേ? ഓടുന്നത് ഊർജം ഉപയോഗിച്ചിട്ടല്ലേ? അപ്പൊ ഗ്ലൂക്കോസ്, ഇവിടെ ഗ്ലൈക്കോജൻ എന്തായിട്ടാ മാറുക? ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുക. അടിവരയിട്ട് വെച്ച് പഠിച്ചോ, വെരി ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ്. ഇതോടൊപ്പം നമ്മുടെ ബോഡിയിലെ ഹോർമോണുകളുടെ ഉൽപാദനം കൂടുന്നു. എന്തിനാണ് ഹോർമോണിന്റെ ഉൽപാദനം കൂടുന്നതെന്ന് വെച്ചാൽ, മക്കളെ ഇങ്ങോട്ട് നോക്കേ, ഇതൊരു കോശം, ഇത് മറ്റൊരു കോശം. കണ്ടോളെ, രണ്ട് കോശങ്ങളാണ് ഈ കാണുന്നത്. ഈ കോശങ്ങൾ തമ്മിൽ എന്ത് നടക്കണം? എടാ, എന്റെ കൈകാലുകളിലെ കോശങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് നടക്കണം? കമ്മ്യൂണിക്കേഷൻ നടക്കണം. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആശയവിനിമയം നടക്കണം അല്ലേ? ഇത്തരത്തിൽ കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന, വ്യക്തമായിട്ട് കേട്ടോളെ, കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന രാസവസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അങ്ങനെയുള്ള രാസവസ്തുക്കളാണ് ആര്? ഹോർമോണുകൾ. ഒരിക്കൽ കൂടെ പറയാം, വ്യക്തമായിട്ട് കേട്ടോ. നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ എല്ലാ മാറ്റങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം അത് നാഡീവ്യവസ്ഥയാണെങ്കിൽ, അത്തരത്തിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ മാറ്റങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് ആര്? എടാ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ശ്വസനം ജീവൽ പ്രവർത്തനമല്ലേ? അതേപോലെ ദഹനം ജീവൽ പ്രവർത്തനമല്ലേ? പ്രതികരണം ജീവൽ പ്രവർത്തനങ്ങളല്ലേ? ഇത്തരത്തിൽ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ രാസപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് ആര്? ഹോർമോണുകൾ. ഓർത്തു വെച്ചോളെ, ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ രാസപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തു ഹോർമോണുകളാണ്. ആ രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു? കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. എടാ, കോശങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രാസവസ്തുക്കളാണ് ആര്? ഹോർമോണുകൾ. അതുകൊണ്ട് ഹോർമോണുകളെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? അടിവരയിട്ട് വെച്ച് പഠിച്ചു വെച്ചോ. ഹോർമോണുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? രാസസന്ദേശവാഹകർ അഥവാ
കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കേട്ടോളെ, രാസസന്ദേശവാഹകർ. കേരള PSC ഒരുപാട് വട്ടം ചോദിച്ചത് രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാസസന്ദേശവാഹകർ എന്ന് വിളിക്കുന്നത് ഹോർമോണുകളെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല, കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നുണ്ട്. എന്റെ പിന്നാലെ ഒരു പട്ടി ഓടി വരുമ്പോൾ എന്റെ കൈകാലുകളിലെ കോശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഓടാൻ പറ്റുന്നത് അല്ലേ? ഇത്തരത്തിൽ നമ്മുടെ കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത് കൊണ്ട് ആ ഹോർമോണുകളെ നമ്മൾ എന്ത് വിളിച്ചു? രാസസന്ദേശവാഹകർ അഥവാ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് വിളിച്ചു. മറക്കല്ലേ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്റെ ചോദ്യം, ഈ ഹോർമോൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഫോം ചെയ്തതാണ്? ഹോർമോൺ എന്നത് ഏത് ഭാഷയിൽ നിന്ന് ഫോം ചെയ്ത പദമാണെന്ന് വെച്ചാൽ അതും മറക്കാതിരിക്കുക. ഹോർമോൺ എന്നത് നിങ്ങളുടെ ഒക്കെ വായിന്ന് വന്നിട്ടുണ്ടാവണം. ഹോർമോൺ എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ഈ ഗ്രീക്ക് പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാ? ഹോർമോൺ എന്ന ഗ്രീക്ക് പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നിങ്ങൾക്കറിയാവുന്ന വ്യക്തി അത് തന്നെ. സോ ആരാണ്? EH സ്റ്റാർലിംഗ്. സോ ഹോർമോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് EH സ്റ്റാർലിംഗ് ആണ്. സോ സ്റ്റാർലിംഗ് ആണ് ഹോർമോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. മറക്കല്ലേ മക്കളെ. സോ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചോ. ഹോർമോൺ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. ഹോർമോൺ. എടാ, നമ്മുടെ മോനല്ലേ നമ്മുടെ സ്റ്റാർ, അങ്ങനെ വേണേ കണക്ട് ചെയ്ത് വെച്ചോളെ. നമ്മുടെ മോനാണ് നമ്മുടെ സ്റ്റാർ. സോ ഹോർമോൺ എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ആ ഗ്രീക്ക് പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് EH സ്റ്റാർലിംഗ് ആണ് അല്ലേ? സോ ഇനി നമ്മുടെ ബോഡിയിൽ ആരാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കി വെച്ചോ. ഹോർമോണുകൾ എങ്ങോട്ടേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? നമ്മുടെ ബോഡിക്ക് അന്തർഭാഗത്തേക്ക്, നമ്മുടെ ബോഡിക്കുള്ളിലേക്ക്. ഉള്ളിലേക്കല്ലേ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ, കേട്ടോളെ, ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അന്തസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കും. സോ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിന് അന്തർഭാഗത്തേക്ക് സ്രവിക്കപ്പെടുന്നത് കൊണ്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? അന്തസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാം എന്താണിത്? വിയർപ്പ്, കണ്ണുനീരുണ്ടാവും, വായിൽ നിന്നുണ്ടാവും, ഉമിനീരുണ്ടാവും. ഇതൊക്കെ എങ്ങോട്ടേക്ക്? പുറത്തേക്കല്ലേ സ്രവിക്കുന്നത്. സോ അതായത് ശരീരസ്രവങ്ങളെ അന്തർഭാഗത്തേക്ക് സ്രവിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. അതായത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. എന്നാൽ കണ്ണുനീരിലും ഉമിനീരിലും വിയർപ്പിലൊക്കെ നമുക്ക് ആരെ കാണാം? ഈ എൻസൈമുകളെ കാണാം. എൻസൈമുകൾ പൊതുവെ പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ബാഹ്യസ്രാവി ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നു. ഒന്ന് കമ്പയർ ചെയ്ത് അവിടെ വെച്ചോ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആരെ കുറിച്ചാ? ഹോർമോണുകളെ കുറിച്ചാ. എൻസൈമിനെ കുറിച്ചും ബാഹ്യസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനിവേ, ആരാണ് ഹോർമോണുകൾ? അന്തസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാസവസ്തുക്കളാണ് ആര്? ഹോർമോണുകൾ. ആ ഹോർമോൺ എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. എന്തിനു സഹായിച്ചു? കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിച്ചു. അതുകൊണ്ട് ഹോർമോണുകളെ നമ്മൾ വിളിച്ച പേരാണെന്ത്? രാസസന്ദേശവാഹകർ അല്ലേ? ഇനി ഹോർമോണിന്റെ മറ്റൊരു പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ രാസപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് ആര്? ഹോർമോണുകൾ അല്ലേ? ആ ഹോർമോൺ എങ്ങോട്ടേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മുടെ ബോഡിക്ക് അകത്തേക്കല്ലേ? അതുകൊണ്ട് തന്നെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ എന്താ വിളിച്ചത്? അന്തസ്രാവി ഗ്രന്ഥി എന്നാണ്. ഇനി മനസ്സിലാക്കി വെച്ചോ, ഈ അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾക്ക് സഞ്ചരിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. നമ്മുടെ ബോഡിയിലൂടെ ഒഴുകുന്നു ആര്? രക്തം. രക്തത്തിനൊഴുകാൻ ഒരു കുഴലില്ലേ? രക്തം ഒഴുകുന്ന ഏത് വഴിയാ? രക്തം ഒഴുകുന്ന രക്തക്കുഴൽ വഴിയല്ലേ? അപ്പൊ രക്തത്തിനൊഴുകാൻ രക്തക്കുഴലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലൂടെ ഒഴുകുന്ന മറ്റൊരു ദ്രാവകമാണ് ഇത് ലിംഫ്. ലിംഫിനൊഴുകാൻ ആരുണ്ട്? ലിംഫ് വാഹിയുണ്ട്. എന്തിനേറെ പറയുന്നു? അടക്കം ഒഴുകാൻ ആരുണ്ട്? മൂത്രക്കുഴലില്ലേ? മൂത്രപഥമില്ലേ മക്കളെ? എന്നാ മനസ്സിലാക്കി വെച്ചോ, കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന രാസസന്ദേശവാഹകർ എന്ന് വിളിക്കുന്ന ഹോർമോണുകൾക്ക് സഞ്ചരിക്കാൻ എന്തില്ല? ഒരു വ്യക്തമായ കുഴലില്ല, ഒരു ഡക്റ്റ് പോലുമില്ല. ഒരു കുഴലും ഇല്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് കുഴലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥികളെ നമ്മൾ എന്തും വിളിക്കാറുണ്ട്? ഓർത്ത് വെച്ചോ,
ഒരു നീറ്റലോടുകൂടിയെങ്കിലും ഓർത്ത് വെച്ചോ, ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അവയെ വിളിക്കുന്ന പേരാണ്, എടാ പ്രത്യേക കുഴലില്ലാത്തോണ്ട് എന്ത് വിളിക്കുന്നു? നാളീരഹിത ഗ്രന്ഥി എന്ന് വിളിക്കും, അഥവാ ഡക്റ്റിലസ് ഗ്ലാൻഡ്. അപ്പൊ നാളീരഹിത ഗ്രന്ഥി അഥവാ അന്തസ്രാവി ഗ്രന്ഥി രണ്ടും ഒന്ന് തന്നെയാണ്. അഥവാ അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ആര്? ഹോർമോണുകൾ. മറക്കല്ലേ, നമ്മുടെ ശരീരത്തിന് അന്തർഭാഗത്തേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ അന്തസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കും. ഇനി ഈ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾക്ക് സഞ്ചരിക്കാൻ പ്രത്യേക ഡക്റ്റ്, കുഴലില്ലാത്തത് കൊണ്ട് ഇവയെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? നാളീരഹിത ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? അതായത് അന്തസ്രാവി ഗ്രന്ഥി അഥവാ നാളീരഹിത ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ആര്? ഹോർമോണുകൾ അല്ലേ? അതായത് അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും ഹോർമോണുകളെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും ഹോർമോണുകളെ കുറിച്ചും. അപ്പൊ അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരെന്താ? അതാണ് എനിക്ക് വേണ്ടത്. അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണെന്ത്? മറക്കല്ലേ മക്കളെ, എൻഡോക്രൈനോളജി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? എൻഡോക്രൈനോളജി. ഈ എൻഡോക്രൈനോളജിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? കേരള PS ചോദിച്ചതാ. എൻഡോക്രൈനോളജിയുടെ പിതാവായി കണക്കാക്കുന്നത് മറക്കല്ലേ, അദ്ദേഹത്തിന്റെ പേരാണെന്ത്? TH അഡിസൺ. സോ TH അഡിസണെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? TH അഡിസൺ അഥവാ തോമസ് അഡിസണെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? അഡിസൺ ആണ് അഡിസൺ. സോ തോമസ് അഡിസണെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? എൻഡോക്രൈനോളജിയുടെ ഫാദർ ആയിട്ട് കണക്കാക്കുന്നത്. സോ TH അഡിസൺ അഡിസൺ അഡിസൺ. സോ TH അഡിസനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? എൻഡോക്രൈനോളജിയുടെ ഫാദർ ആയിട്ട് കണക്കാക്കുന്നു. മറക്കല്ലേ മക്കളെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥികളാണെന്ന് പഠിച്ചു. അപ്പൊ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എവിടെ പോയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഹോർമോണിന്റെ പ്രവർത്തന സ്ഥാനം, പ്രവർത്തന കേന്ദ്രം, ഹോർമോൺ എവിടെ പോയിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന രാസവസ്തുക്കളല്ലേ ഹോർമോൺ? അല്ലേ? അതല്ലേ ഇപ്പൊ പഠിച്ചത്? കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. അതുകൊണ്ടാണല്ലോ ഹോർമോണുകളെ നമ്മൾ എന്ത് വിളിച്ചത്? രാസസന്ദേശവാഹകർ അഥവാ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് വിളിച്ചത്. അല്ലേ? അല്ലേ മക്കളെ? അപ്പൊ എന്റെ ചോദ്യം, ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത് കോശങ്ങളിലായിരിക്കില്ലേ? ആയിരിക്കും. അപ്പൊ ഹോർമോണിന്റെ പ്രവർത്തന കേന്ദ്രം കോശമാണ്, കോശം. പക്ഷെ പ്രത്യേകത ഇതാണ്, നമ്മുടെ ബോഡിയിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഈ എല്ലാ കോശത്തിലും എല്ലാ ഹോർമോണിനും പ്രവർത്തിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്നാലോചിച്ചൊക്കെ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് അന്തസ്രാവി ഗ്രന്ഥി ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തരാം. ഒന്നാമത്തെ അന്തസ്രാവി ഗ്രന്ഥി ഹൈപ്പോതലാമസ്, തൊട്ട് താഴെയായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൊട്ടടുത്തായിട്ട് പീനിയൽ ഗ്രന്ഥി. തലച്ചോറിൽ 3 അന്തസ്രാവി ഗ്രന്ഥികളെ. തൊണ്ടയിലേക്ക് നോക്കുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി, തൊട്ട് പിന്നില് ആരുണ്ട്? പാരാതൈറോയ്ഡ് ഗ്രന്ഥി. തൊട്ട് താഴെയായിട്ട് ആരുണ്ട്? തൈമസ് ഗ്രന്ഥി കാണപ്പെടുന്നു, പാൻക്രിയാസ് ഗ്രന്ഥി കാണപ്പെടുന്നു, അഡ്രിനോ ഗ്രന്ഥി കാണപ്പെടുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ സ്വന്തം ലൈംഗിക ഗ്രന്ഥികൾ വരെ നമുക്കുണ്ട്. അല്ലെ? ഇത്രയും ഗ്രന്ഥികൾ നമുക്കുണ്ട്, നമ്മുടെ ബോഡിയിൽ അന്തസ്രാവി ഗ്രന്ഥികളായിട്ടുണ്ട്. ഈ ഗ്രന്ഥികളൊക്കെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. 1, 2, 3, 4 ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അല്ലേ മക്കളെ? അപ്പൊ എല്ലാ ഹോർമോണുകളും എല്ലാ കോശത്തിലും പോയി പ്രവർത്തിക്കുമോ? അതാണ് എന്റെ ചോദ്യം. പ്രവർത്തിക്കില്ല. പിന്നെ ഹോർമോണുകൾ എവിടെയാണ് പ്രവർത്തിക്കുക? ഓരോ ഹോർമോൺ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഹോർമോണുകൾ, ഇതൊരു ഹോർമോൺ ആണെന്ന് കരുതി. ജസ്റ്റ് എ എന്ന ഹോർമോൺ ഹോർമോൺ ആണ്. ഹോർമോൺ ഏത് വഴി കടന്നു പോകുന്നു? പ്രത്യേകിച്ച് കുഴലില്ലല്ലോ. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണെന്ത്? നമ്മുടെ രക്തക്കുഴൽ. രക്തക്കുഴൽ വഴി ആര് കടന്നു പോകുന്നു? ഹോർമോൺ കടന്നു പോകുന്നു. അപ്പൊ ഹോർമോൺ വഹിക്കപ്പെടുന്നത് രക്തത്തിലൂടെയാണ്. ഹോർമോണിനെ വഹിക്കുന്നത് രക്തമാണ്. അതും പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, രക്തത്തിൽ ആരുണ്ട്? രക്തത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകളില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രക്തത്തിൽ ആരുണ്ട്? പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. ഏതൊക്കെ പ്ലാസ്മ പ്രോട്ടീൻ? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. അല്ലെ? അതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാ? ഒരു സംശയം വേണ്ട. അതേത് പ്ലാസ്മ പ്രോട്ടീനാ? ആൽബുമിൻ ആണ്. ഏകദേശം 60% എന്ത് തന്നെയാണുള്ളത്? ആൽബുമിൻ എന്ന പ്ലാസ്മ പ്രോട്ടീൻ തന്നെയാണുള്ളത്. ആ ആൽബുമിനാണ് എന്തിനെ വഹിക്കുന്നത്? ഹോർമോണുകളെ പൊതുവെ വഹിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. മേ ബി ചോദിച്ചാൽ അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ആൽബുമിൻ എന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്തിനെ വഹിക്കുന്നു? ഹോർമോണുകളെ വഹിക്കുന്നു. ഒന്ന് ഓർത്ത് വെച്ചേക്കെ. അപ്പൊ ഹോർമോണിന് സഞ്ചരിക്കാൻ പ്രത്യേക കുഴലില്ല. പിന്നെ അത് ഏത് വഴി സഞ്ചരിക്കുന്നു? രക്തത്തിലൂടെ പോകുന്നു. പൊക്കോട്ടെ. രക്തത്തിലൂടെ ആര് പോകുന്നു? ബ്ലഡ് വഴി ഹോർമോൺ സഞ്ചരിക്കുന്നു. സഞ്ചരിച്ചോ? ഹോർമോൺ സഞ്ചരിച്ച് എവിടെ എത്തും? മക്കളെ? നമ്മുടെ ബോഡിയിൽ കോടിക്കണക്കിന് കോശം ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? അപ്പൊ കോശങ്ങൾ
കോശങ്ങളിലല്ലേ എത്തുക. നോക്ക് ഇതൊരു കോശം. നോക്കിക്കോളെ കോശം. ഏതൊരു ജന്തുകോശത്തിന്റെയും പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ഞാൻ തന്നെ ഇവിടെ 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ജന്തുകോശത്തിന്റെ ആവരണ പാളിയെ, ബൗണ്ടറിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? കോശസ്തരം അഥവാ സെൽ മെമ്മറൈൻ എന്നല്ലേ വിളിച്ചത്? അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം അഥവാ പ്ലാസ്മ മെമ്മറൈൻ എന്നല്ലേ വിളിച്ചത്? അല്ലേ? അപ്പൊ കോശസ്തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറ ഇത് മർമ്മമല്ലേ? ഇതാണേ മർമ്മം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മർമ്മമാണത്. മർമ്മം ഒഴികെയുള്ള ദ്രാവക ഭാഗത്ത് എന്താ വിളിക്കുക? കോശദ്രവ്യം. കോശദ്രവ്യാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. അപ്പൊ മനസ്സിലാക്കി വെച്ചോ, ഒന്നെങ്കിൽ വ്യക്തമായിട്ട് കേട്ടോ, ഒന്നെങ്കിൽ എവിടെ? നമ്മുടെ കോശസ്തരത്തിലോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിലോ ആര് കാണപ്പെടുന്നു? ചില പ്രത്യേക പ്രോട്ടീനുകൾ കാണപ്പെടുന്നു. ചില പ്രത്യേക പ്രോട്ടീനുകൾ. ആ പ്രോട്ടീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് they are known as receptors അഥവാ ഗ്രാഹികൾ എന്ന് വിളിക്കും. അപ്പൊ മനസ്സിലാക്കി വെച്ചോ, കോശങ്ങളുടെ കോശസ്തരത്തിലോ കോശദ്രവ്യത്തിലോ ചില സവിശേഷ പ്രോട്ടീനുകൾ കാണപ്പെടുന്നു. ആ പ്രോട്ടീനുകളാണ് ഗ്രാഹികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാക്കി വെച്ചോ, നമ്മുടെ രക്തത്തിലൂടെ വരുന്ന എ എന്ന ഹോർമോൺ രക്തത്തിലൂടെ കടന്നു വരുന്ന എ എന്ന ഹോർമോൺ എവിടെ എത്തിച്ചേരുന്നു? കോശത്തിനടുത്തെത്തുന്നു. എന്നിട്ട് ആരുമായിട്ട്? ഈ ഗ്രാഹിയുമായിട്ട് കൂടിച്ചേർന്നാൽ മാത്രം എന്ത് ഫോം ചെയ്യുന്നു? എവിടെയുള്ള ഗ്രാഹി? കോശസ്തരത്തിലോ കോശദ്രവ്യത്തിലോ ഉള്ള ഗ്രാഹിയുമായിട്ട് കൂടിച്ചേർന്നാൽ എന്ത് ഫോം ചെയ്യും? ഹോർമോൺ ഗ്രാഹി സംയുക്തം ഫോം ചെയ്യുന്നു. ഹോർമോൺ ഗ്രാഹി സംയുക്തമാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് വിളിക്കും. അങ്ങനെ ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ടാൽ മാത്രമേ ഹോർമോണിന് എവിടെ പ്രവർത്തിക്കാൻ പറ്റൂ? ആ കോശത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. ഓക്കെ ആണല്ലോ? അങ്ങനെയുള്ള കോശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അത്തരത്തിലുള്ള കോശം അറിയപ്പെടുന്ന പേരാണ്, അടിവരായിട്ട് വെച്ച് പഠിച്ചോ, അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലക്ഷ്യകോശങ്ങൾ അഥവാ ടാർഗറ്റ് സെൽസ് എന്ന് വിളിക്കും. അപ്പം മനസ്സിലാക്കി വെച്ചോ, എല്ലാ ഹോർമോണുകൾക്കും എല്ലാ കോശത്തിലും പ്രവർത്തിക്കാൻ കഴിയും എന്ന പ്രസ്താവന തെറ്റാണ്. ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത് ലക്ഷ്യകോശങ്ങളിൽ മാത്രമാണ്. ലക്ഷ്യകോശങ്ങളുടെ കോശസ്തരത്തിലോ കോശദ്രവ്യത്തിലോ ഗ്രാഹികൾ കാണപ്പെടുന്നു. ആ ഗ്രാഹിയും ഹോർമോണും കൂടിച്ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ടാൽ മാത്രമേ എന്ത് ഫോം ചെയ്യുകയുള്ളൂ? ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ടാൽ മാത്രമേ ഹോർമോണുകൾക്ക് ആ കോശത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള കോശത്തെ വിളിച്ച പേരാണെന്ത്? ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെൽ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഹോർമോൺ പ്രവർത്തിക്കുന്നത് ലക്ഷ്യകോശങ്ങളിൽ മാത്രമാണ്. ഹോർമോണിന് സഞ്ചരിക്കാൻ പ്രത്യേക കുഴലില്ലാത്തതുകൊണ്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവ ഗ്രന്ഥികളെ നമ്മൾ എന്തും വിളിച്ചു? ഒരു ചെറിയ നീറ്റലോടുകൂടി പറഞ്ഞോ, കുഴലില്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനും കുഴലില്ലേ? രക്തത്തിന് കുഴലുണ്ട്, ലിംഫിന് കുഴലുണ്ട്, മൂത്രത്തിനടക്കം കുഴലുണ്ടാ. എന്നാൽ ഹോർമോണുകൾക്ക് എന്തില്ല? കുഴലില്ല. അതുകൊണ്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥികളെ വിളിച്ച പേരാണെന്ത്? നാളീരഹിത ഗ്രന്ഥി. ഓക്കെ ആണല്ലോ? പഠിച്ചല്ലോ? ഇനി നമ്മുടെ ബോഡിയിൽ ഒരുപാട് അന്തസ്രാവി ഗ്രന്ഥി ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത്, നമ്മുടെ സ്വന്തം ഹൈപ്പോതലാമസ്. എവിടെ കാണപ്പെടുന്നു? കൃത്യമായിട്ട് പറയാം, തലച്ചോറിൽ കാണപ്പെടുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിന്, കേട്ടോ, തലച്ചോറിലാണ് കാണപ്പെടുന്നത്. ഇനി മനസ്സിലാക്കി വെച്ചോ, നമ്മുടെ തലച്ചോറിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. തലച്ചോറിന് പ്രധാനമായിട്ടും 3 ഭാഗം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാ, ഞാൻ ജസ്റ്റ് തലച്ചോറിനെ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് തലച്ചോറ് എന്ന് കരുതുക, അല്ലേ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയോ. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം അതേത് തന്നെയാ? പൂർവ മസ്തിഷ്കമാണല്ലേ? പൂർവ മസ്തിഷ്കമാണ്. പൂർവ മസ്തിഷ്കം അഥവാ ഫോർ ബ്രെയിൻ എന്ന് വിളിക്കും. ഫോർ ബ്രെയിൻ അഥവാ പൂർവ മസ്തിഷ്കത്തിന്റെ പ്രത്യേകത എവിടെ മുതൽ എവിടം വരിക? സെറിബ്രം മുതൽ തലാമസ് വരെയുള്ള ഭാഗത്തെ വിളിക്കുന്നവരാണെന്ത്? പൂർവ മസ്തിഷ്കം. കേട്ടോളെ, നമ്മുടെ തലച്ചോറിന് പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ഇത് പൂർവ മസ്തിഷ്കം. ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഇത് മധ്യമസ്തിഷ്കം. അതിനുശേഷമുള്ള ഭാഗമാണ് ഇത് പിൻമസ്തിഷ്കം. ഇനി പൂർവ മസ്തിഷ്കത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് എവിടം വരെയാണ്? സെറിബ്രം മുതൽ തലാമസ് വരെ. കേട്ടോളെ, നമ്മുടെ സെറിബ്രം മുതൽ തലാമസ് വരെയുള്ള ഭാഗത്തെ ഏറ്റവും വലിയ ഭാഗം അതേത് തന്നെയാണ്? പൂർവ മസ്തിഷ്കം തന്നെയാണ്. അപ്പൊ മനസ്സിലാക്കി വെച്ചോ, തലച്ചോറിന് പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യ വിഭാഗം പൂർവ മസ്തിഷ്കമാണ്. പൂർവ മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ എവിടം മുതൽ എവിടം വരെയാണ്? സെറിബ്രം മുതൽ തലാമസ് വരെയുള്ള ഭാഗത്തെ വലിയ ഭാഗമാണ് ഇത് പൂർവ മസ്തിഷ്കമെങ്കിൽ, ആ തലാമസിന് ശേഷം കാണപ്പെടുന്നതും
പോൺസിന് മുന്നിൽ കാണുന്നതും, അതായത് തലാമസിനും പോൺസിനും ഇടയിലുള്ള, തലാമസിനും സോ തലാമസിനും പോൺസിനും ഇടയിലുള്ള ഈ കുഞ്ഞു ഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത്? ഈ രണ്ടാമത്തെ ഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത്? ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് മധ്യമസ്തിഷ്കം എന്ന് വിളിക്കും. തലാമസും പെടൂല, പോൺസും പെടൂലേ, രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. തലാമസിനും പോൺസിനും ഇടയിലുള്ള ഭാഗമാണ് ഇത് മധ്യമസ്തിഷ്കം അഥവാ മിഡ് ബ്രെയിൻ എന്ന് വിളിക്കും. എന്നാൽ പോൺസ്, അതിനുശേഷം നമുക്കറിയുന്ന നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ, അതിനുശേഷം നമുക്കറിയുന്ന നമ്മുടെ സെറിബെല്ലം, ഇവ മൂന്നും ചേർന്നതാണെന്ത്? ഏതൊക്കെ ചേർന്നത്? പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, സെറിബെല്ലം. പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, സെറിബെല്ലം, ഇവ മൂന്നും ചേർന്നതാണെന്ത്? ഇവ മൂന്നും ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പിൻമസ്തിഷ്കം അഥവാ ഹിൻഡ് ബ്രെയിൻ എന്ന് വിളിക്കും. അപ്പൊ മനസ്സിലാക്കി വെച്ചോ, നമ്മുടെ തലച്ചോറിന് പ്രധാനമായിട്ട് 3 മേഖലകൾ, 3 വിഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ മേഖലയാണെന്ത്? പൂർവ്വ മസ്തിഷ്കം അഥവാ ഫോർ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. സെറിബ്രം മുതൽ തലാമസ് വരെയുള്ള ഭാഗത്തെ പൂർവ്വ മസ്തിഷ്കം എന്ന് വിളിക്കുന്നു. ആ പൂർവ്വ മസ്തിഷ്കമാണ് തലച്ചോറിലെ ഏറ്റവും വലിയ മേഖല, അല്ലെ? അതിനുശേഷമുള്ള ഭാഗം, അതായത് തലാമസിനും പോൺസിനും ഇടയിലുള്ള ഭാഗത്തെ വിളിക്കുന്നവരാണെന്ത്? മധ്യമസ്തിഷ്കം അഥവാ മിഡ് ബ്രെയിൻ എന്ന് വിളിക്കും. അത് പൊതുവെ എങ്ങനെയുള്ള ഭാഗ? കുഞ്ഞി ഭാഗമാണ്. എന്നാൽ മധ്യമസ്തിഷ്കത്തിന് ശേഷം ആരൊക്കെ ചേർന്നത്? പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ദെൻ സെറിബെല്ലം, ഇവ മൂന്നും ചേർന്ന ഭാഗമാണ് ഇത് പിൻമസ്തിഷ്കം അഥവാ ഹിൻഡ് ബ്രെയിൻ. ഇങ്ങനെ തലച്ചോറിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗത്തിൽ എവിടെയാണ് നമ്മുടെ ഹൈപ്പോതലാമസ് സ്ഥിതി എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം, എന്തിന്റെ ഭാഗമാണ്? പൂർവ്വ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഓർത്ത് വെച്ചോളെ, ഹൈപ്പോതലാമസ് സ്ഥിതി ചെയ്യുന്നത് പൂർവ്വ മസ്തിഷ്കത്തിലാണ്. ഇനി കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ഭ്രൂണ വികാസത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ തലച്ചോറിന് പ്രധാനമായിട്ടും 5 മേഖലകൾ കാണപ്പെടുന്നു. 5 മേഖലകളാണ്, 5 മേഖലകൾ. അതിൽ ഒന്നാമത്തെ മേഖലയാണെന്ത്? ഒന്നാമത്തെ മേഖല ടെലൻസെഫലോൺ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ഭാഗം ഡയൻസെഫലോൺ ആണെങ്കിൽ മൂന്നാമത്തെ ഭാഗമാണ് ഇത് മെസൻസെഫലോൺ. 4 മെറ്റൻസെഫലോൺ. 5 മൈലൻസെഫലോൺ. ഇങ്ങനെ പ്രധാനമായിട്ടും 5 മേഖലകളാണ്, 5 ഭാഗങ്ങളാണ് എങ്ങനെയുള്ള ഭ്രൂണ വികാസഘട്ടത്തിൽ നമ്മുടെ തലച്ചോറിന്, അല്ലെങ്കിൽ നമ്മുടെ ഭ്രൂണ വികാസഘട്ടത്തിൽ നമ്മുടെ തലച്ചോറിനെ പ്രധാനമായിട്ടും 5 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യ ഭാഗമാണ് ഇത്. ആദ്യ ഭാഗം ടെലൻസെഫലോൺ ആണ്. ഈ ടെലൻസെഫലോൺ ഡെവലപ്ഡ് ആയിട്ടാണ് എന്തായിട്ട് മാറുന്നത്? സെറിബ്രമായിട്ട് മാറുന്നു. ടെലൻസെഫലോൺ സെറിബ്രമായിട്ട് മാറുമെങ്കിൽ രണ്ടാമത്തെ ഭാഗം ഡയൻസെഫലോൺ ഇല്ലേ? ഓർത്ത് വെച്ചോ, ഡയൻസെഫലോൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നത്? തലാമസും ഹൈപ്പോതലാമസും അതിന് തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന എപ്പിതലാമസും സബ്തലാമസും ഒക്കെ ചേർന്നതാണെന്ത്? ഡയൻസെഫലോൺ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു വെച്ചോ, പൂർവ്വ മസ്തിഷ്കത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നതും ഭ്രൂണവികാസഘട്ടത്തിൽ ഡയൻസെഫലോണിന്റെ ഭാഗമായി കാണപ്പെടുന്നതുമായ തലച്ചോറിലെ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത് ഹൈപ്പോതലാമസ്. ദ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഒരിക്കൽ കൂടെ പറയാം, എവിടെ? പൂർവ്വ മസ്തിഷ്കത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നതും ഭ്രൂണവികാസ ഘട്ടത്തിൽ തലച്ചോറിന്റെ ഏറ്റവും മധ്യഭാഗമായ രണ്ടാമത്തെ ഭാഗമായ ഡയൻസെഫലോണിൽ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത്. ഡയൻസെഫലോണിൽ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് നമ്മുടെ ഹൈപ്പോതലാമസ്, അല്ലെ? ആ ഹൈപ്പോതലാമസ് പ്രധാനമായിട്ടും എത്ര ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു? ഹൈപ്പോതലാമസ് പ്രധാനമായിട്ടും ഓർത്ത് വെച്ചോ, ഇതാണ് നമ്മുടെ തലച്ചോറ്. സിമ്പിൾ ആയിട്ട് തലച്ചോറിൽ പ്രധാനമായിട്ടും നമ്മുടെ എന്ത് കാണപ്പെടുന്നു? ഹൈപ്പോതലാമസ്. ഇതാണ് ഹൈപ്പോതലാമസ് എന്ന് കരുതൂ. ചുമ്മാ ഹൈപ്പോതലാമസ് പ്രധാനമായിട്ടും എത്ര ഹോർമോണിനെ? ഹൈപ്പോതലാമസ് പ്രധാനമായിട്ടും 4 ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഹോർമോണാണ്, നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ഹോർമോണാണ് ഇത് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ആണ് ഒന്നാമത്തെ ഹോർമോൺ. ഓക്സിറ്റോസിൻ ആണെങ്കിൽ രണ്ടാമത്തെ ഹോർമോണാണ് ഇത് ദ സെക്കൻഡ് ഹോർമോൺ. രണ്ടാമത്തെ ഹോർമോണാണ് ഇത് വാസോപ്രസിൻ. രണ്ടും ഇമ്പോർട്ടന്റ് ആയ ഹോർമോണാണ്. ഒന്ന് ഓക്സിറ്റോസിൻ, 2 വാസോപ്രസിൻ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഹോർമോണാണ് ഏത് ഹോർമോൺ? അതും നിങ്ങൾ കേട്ടതാണ്. മൂന്നാമത്തെ ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ. സോ മൂന്നാമത്തെ ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ആണെങ്കിൽ നാലാമത്തെ ഹോർമോൺ, ദ ലാസ്റ്റ് ഹോർമോൺ, ദ ഫോർത്ത് ഹോർമോൺ, ആ നാലാമത്തെ ഹോർമോൺ ആണ് ഇത് ഇൻഹിബിറ്ററി ഹോർമോൺ. അപ്പൊ ഹൈപ്പോതലാമസ് പ്രധാനമായിട്ടും എത്ര ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു? പ്രധാനമായിട്ടും 4 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഹൈപ്പോതലാമസ് എവിടെ കാണപ്പെടുന്നത്? പൂർവ്വ മസ്തിഷ്കത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഡയൻസെഫലോണിന്റെ ഭാഗമായി കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ആ ഹൈപ്പോതലാമസ് പ്രധാനമായിട്ടും 4 ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഹോർമോൺ ഓക്സിറ്റോസിൻ, രണ്ടാമത്തെ ഹോർമോൺ വാസോപ്രസിൻ, മൂന്നാമത്തെ ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ, നാലാമത്തെ ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ. ഈ ഹൈപ്പോതലാമസിന്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ,
ഹൈപ്പോത്തലാമസിലെ സവിശേഷ ന്യൂറോണുകളാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈപ്പോത്തലാമസിനകത്ത് കാണപ്പെടുന്ന സവിശേഷ ന്യൂറോണുകൾ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഹൈപ്പോത്തലാമസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഹൈപ്പോത്തലാമസ് ഈസ് ഓൾസോ നോൺ ആസ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ ബോഡിയിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാണ്? അത് ഹൈപ്പോത്തലാമസ് ആണ്. ഹൈപ്പോത്തലാമസിനെ വിളിച്ച മറ്റൊരു പേരാണ് ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന് വിളിക്കും, അല്ലേ? ഇനി ഹൈപ്പോത്തലാമസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്ക്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം 310 കെൽവിൻ ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, അല്ലേ? ഈ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാ? ഹൈപ്പോത്തലാമസ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുന്നത് ഹൈപ്പോത്തലാമസ് ആയതുകൊണ്ട് ഹൈപ്പോത്തലാമസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? കേട്ട മക്കളെ, തെർമോ റെഗുലേറ്റർ എന്ന് വിളിക്കുന്നു. തെർമോ റെഗുലേറ്റർ ആണ് തെർമോ റെഗുലേറ്റർ അഥവാ പച്ച മലയാളത്തിൽ താപ നിയന്ത്രകൻ എന്നൊക്കെ വിളിക്കും. അപ്പൊ തെർമോ റെഗുലേറ്റർ എന്നും ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നും വിളിക്കുന്നത് ആരെ തന്നെയാണ്? ഹൈപ്പോത്തലാമസിനെയാണ്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചോ, നമ്മുടെ നാഡീവ്യവസ്ഥയെ അന്തസ്രാവി വ്യവസ്ഥയുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഹൈപ്പോത്തലാമസ് ആണ്. അപ്പൊ മറക്കരുതേ, നാഡീവ്യവസ്ഥയെ അന്തസ്രാവി വ്യവസ്ഥയുമായിട്ട് രണ്ടും നമ്മുടെ ബോഡിയിലെ സിസ്റ്റങ്ങളാ, അല്ലേ? സോ നമ്മുടെ നാഡീവ്യവസ്ഥയെ അന്തസ്രാവി വ്യവസ്ഥയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഹൈപ്പോത്തലാമസ് ആണ്. ആ ഹൈപ്പോത്തലാമസ് എങ്ങനെ? ന്യൂറോണുകൾ, ഹൈപ്പോത്തലാമസിലെ സവിശേഷ ന്യൂറോണുകളാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹൈപ്പോത്തലാമസിനെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 310 കെൽവിൻ ആണ്. ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാ? ഹൈപ്പോത്തലാമസ് ആണ്. അതുകൊണ്ട് ഹൈപ്പോത്തലാമസിനെ തെർമോ റെഗുലേറ്റർ എന്നും വിളിക്കാറുണ്ട്. ഓർത്ത് വെക്കണേ, മറക്കല്ലേ മക്കളെ, ഇതൊക്കെ ഇമ്പോർട്ടന്റാ. ഇനി അത് മാത്രമല്ല, നിങ്ങൾ പറ, നമ്മുടെ ബോഡിയിലേക്ക് ഒരു രോഗാണു കയറി വന്നത് കരുതുക. രോഗാണു കയറി വന്നാൽ നമ്മുടെ ബോഡി എന്താ ചെയ്യാ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടും, അല്ലേ? നമ്മുടെ ബോഡിയിലേക്ക് രോഗാണുക്കൾ കയറി വരുന്നു. ഈ രോഗാണുക്കൾ കാരണം അല്ലെങ്കിൽ രോഗാണുക്കൾ സ്രവിക്കുന്ന ടോക്സിനുകൾ കാരണം WBCകൾ, ശ്വേതരക്തകോശങ്ങൾ ഉത്തേജിതമാവുകയും ശ്വേതരക്തകോശങ്ങൾ നമ്മുടെ ബോഡിക്കകത്ത് രോഗാണുക്കൾ കയറിയിട്ടുണ്ട് എന്ന മെസ്സേജ് ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ ഹൈപ്പോത്തലാമസിന് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഹൈപ്പോത്തലാമസ് എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ താപനില കൂട്ടുന്നു. അതിനെയല്ലേ നമ്മൾ പനി എന്ന് വിളിക്കുന്നത്, അല്ലേ? സോ ഇത്തരത്തിൽ ശരീര താപനില ഉയർത്തുന്നത് ഹൈപ്പോത്തലാമസ് ആണ്. എനിവേ, ചോദ്യം എങ്ങനെയാണ്? ശരീര താപനില ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ രോഗാണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീര താപനില ഉയരുന്നത് എന്ത് ആവശ്യത്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം. എന്താണ്? രോഗാണുക്കളെ എന്ത് ചെയ്യുക? രോഗാണുക്കളുടെ ഇതും കേരള PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചാൽ രോഗാണുബാധയെ തുടർന്ന് ശരീര താപനില ഉയർത്തുന്നത് ഹൈപ്പോത്തലാമസ് ആണ്. എന്തിനു ഉയർത്തുന്നു ചോദിച്ചാൽ മനസ്സിലാക്കി വെച്ചോ, ഉയർന്ന താപനില ലേശം ഉയർന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മറക്കരുത് മക്കളെ, രോഗാണുക്കളുടെ എന്ത് കുറയുന്നു? പെരുകൽ ശേഷി കുറയുന്നു. കേരള PSC ചോദിച്ചാണേ ഓർത്ത് വെച്ചോ. രോഗാണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈപ്പോത്തലാമസ് ശരീര താപനില ഉയർത്തുന്നത് രോഗാണുക്കളുടെ പെരുകൽ ശേഷി കുറയ്ക്കാനാണ്. അങ്ങനെ പെരുകൽ ശേഷി കുറയ്ക്കാനാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? ശരീര താപനില ഉയർത്തുന്നത് ആര്? ഹൈപ്പോത്തലാമസ്. അതുകൊണ്ടൊക്കെ ഹൈപ്പോത്തലാമസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? തെർമോ റെഗുലേറ്റർ എന്ന് വിളിക്കുന്നു. ഓർത്ത് വെക്കുവോ? മറക്കല്ലേ മക്കളെ, അത് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഇതേപോലെ തന്നെയാ നമ്മൾ ഭക്ഷണം ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നത് എന്തിനാ? ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി. ശരിയാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ താപനില എന്താണ്? കുറവാണ്. താപനില അവിടെ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നോർമലി രോഗാണുക്കളുടെ പെരുകൽ ശേഷി കുറയുന്നു. അങ്ങനെ ഭക്ഷണം എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ ആണല്ലോ? സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ കേരള PSC ചോദിക്കുകയും ചെയ്തതാ. സോ ശരീര താപനില നിയന്ത്രിച്ചത് ഹൈപ്പോത്തലാമസ് ആണ്. അതുകൊണ്ട് ഹൈപ്പോത്തലാമസിനെ തെർമോ റെഗുലേറ്റർ എന്ന് വിളിച്ചു. ശരി, സമ്മതിച്ചു. ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് ആരെ തന്നെയാ? ഹൈപ്പോത്തലാമസിനെ തന്നെ. ആ ഹൈപ്പോത്തലാമസ് അന്തസ്രാവി ഗ്രന്ഥിയെ നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധിപ്പിച്ചു. ഓക്കെ ആണല്ലോ? ഇനി ഇങ്ങോട്ട് നോക്ക്, മറ്റൊരു വസ്തുത കൂടെ പറയാം. ഇങ്ങോട്ട് നോക്കേ, ഇതൊരു കോശം, ഇത് മറ്റൊരു കോശം. മക്കളെ നിങ്ങൾ പറ, ഈ കോശങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ? ഒരു സ്ഥലം കാണുന്നില്ലേ? ഒരു ഏരിയ കാണുന്നില്ലേ? ഈ സ്ഥലത്തെ നമ്മൾ എന്താ വിളിക്കുക? കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന സ്ഥലമാണ് ഇത്. ആ സ്ഥലത്തെ വിളിക്കുന്നവരാണെന്ത്? കോശാന്തര സ്ഥലം എന്ന് വിളിക്കും. കോശാന്തര സ്ഥലമാണ് കോശാന്തര സ്ഥലം. ഈ കോശാന്തര സ്ഥലത്ത് കാണപ്പെടുന്ന എല്ലാ ഘടകങ്ങളെയും, കോശാന്തര സ്ഥലത്തുള്ള എല്ലാ പദാർത്ഥങ്ങളെയും അല്ലെ എല്ലാ ഘടകങ്ങളെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നവരാണെന്ത്? കോശാന്തര പദാർത്ഥം. എന്താ വിളിക്കുക? കോശാന്തര പദാർത്ഥം. ഒരിക്കൽ കൂടെ പറയാം, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലമാണ് കോശാന്തര സ്ഥലം.
കോശാന്തര സ്ഥലത്ത് കാണപ്പെടുന്ന എല്ലാ ഘടകങ്ങളെയും, സോ മിനറൽസ് ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളാണെങ്കിലും പ്ലാസ്മ ആണെങ്കിലും രക്തമാണെങ്കിലും എല്ലാ ഘടകങ്ങളും, ഇവിടെയുള്ള എല്ലാ ഘടകങ്ങളെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നവരാണിത് കോശാന്തര പദാർത്ഥം. എന്താ വിളിക്കുക? കോശാന്തര പദാർത്ഥം. കോശാന്തര പദാർത്ഥമാണ് കോശാന്തര പദാർത്ഥം. ഇത്തരത്തിൽ കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന സ്ഥലമാണ് കോശാന്തര സ്ഥലം. കോശാന്തര സ്ഥലത്തിനിടയിൽ കാണപ്പെടുന്ന ഘടകങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കോശാന്തര പദാർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കും, കോശാന്തര പദാർത്ഥങ്ങളുടെ അളവ് ക്രമീകരിക്കുന്നത് ആരാണ്? ചത്താലും മറക്കരുത്, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലം കോശാന്തര സ്ഥലമാണ്. ആ കോശാന്തര സ്ഥലത്ത് കാണപ്പെടുന്ന എല്ലാ ഘടകങ്ങളെയും കോശാന്തര പദാർത്ഥം എന്നാണ് വിളിക്കുക. ആ കോശാന്തര പദാർത്ഥങ്ങളുടെ അളവ് ക്രമീകരിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. കോശാന്തര പദാർത്ഥത്തിൽ എത്രത്തോളം ഫ്ലൂയിഡ് വേണം, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം സോഡിയം വേണം, എത്രത്തോളം പൊട്ടാസ്യം വേണം, എത്രത്തോളം ന്യൂട്രിയൻസ് വേണം, എത്രത്തോളം ഘടകങ്ങൾ, എല്ലാ ഘടകങ്ങളുടെയും അളവ് ക്രമീകരിക്കുന്നത് ഹൈപ്പോതലാമസ് ആയതുകൊണ്ട് ആ ഹൈപ്പോതലാമസിനെ നമ്മൾ എന്തും വിളിക്കാറുണ്ട്? ഹൈപ്പോതലാമസ് ഈസ് ഓൾസോ നോൺ ആസ്, എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആന്തര സമസ്ഥിതി പാലകൻ. അടിവരയിട്ട് വെച്ച് പഠിച്ചോളെ, ആന്തര സമസ്ഥിതി പാലകൻ. അപ്പൊ ആന്തര സമസ്ഥിതി പാലകൻ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? കോശങ്ങൾക്കിടയിലുള്ള സ്ഥലം കോശാന്തര സ്ഥലം. കോശാന്തര സ്ഥലത്തുള്ള എല്ലാ ഘടകങ്ങളും കോശാന്തര പദാർത്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കോശാന്തര പദാർത്ഥങ്ങളുടെ അളവ് ക്രമീകരിക്കുന്നതിനാൽ ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പാലകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ആന്തര സമസ്ഥിതി പാലകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് ഹൈപ്പോതലാമസിനെയാണ്. അത് മാത്രമല്ല, ആ ഹൈപ്പോതലാമസ് ആണ് അന്തസ്രാവി ഗ്രന്ഥിയെ നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ തെർമോ റെഗുലേറ്റർ എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? ഹൈപ്പോതലാമസിനെ തന്നെയാണ്. ഇനിയും ഹൈപ്പോതലാമസിന് പ്രത്യേകതകളുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നു പ്രധാനമായിട്ടും എത്ര ഹോർമോണുകളെ? 4 ഹോർമോണുകളെ. അതിൽ ഒന്നാമത്തെ ഹോർമോൺ ഓക്സിറ്റോസിൻ, രണ്ടാമത്തെ ഹോർമോൺ വാസോപ്രസിൻ, മൂന്നാമത്തെ ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ, നാലാമത്തെ ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ. ഈ 4 ഹോർമോണുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 4 ഹോർമോണുകൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് വഹിക്കുന്നത്? 4 ഹോർമോണുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ദുരൂഹതകൾ അഴിയുന്നു, തുടരും. ഓക്കെ, കൂടുതൽ വിവരങ്ങൾക്ക്, അതായത് ഇങ്ങനെയുള്ള ഇതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അമർത്തിയിരുന്നോ. അടുത്ത ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂഷൻ അഥവാ ഇതിന്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത ദിവസം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്തരത്തിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അതായത് LPSC UPSC ഒക്കെ ആണെങ്കിലും മറ്റേത് PSC എക്സാമിനാണെങ്കിലും ശരി, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ആപ്ലിക്കേഷനകത്ത് നല്ല വൃത്തിയുള്ള ക്ലാസ്സുകൾ കാണുകയും ചെയ്യാം. ഓക്കെ, എനിവേ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് വരെ കാത്തിരിക്കൂ. ബൈ.